ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുപയർ പരിപ്പും പച്ചത്തക്കാളിയും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഗോതമ്പ് ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിലും ഉള്ള ഒരു കറിയാണ്. ചെറുപയർ പരിപ്പ് തന്നെ വെച്ച് നമ്മൾ കറി ഉണ്ടാക്കുമല്ലോ സദ്യക്കൊക്കെ, പക്ഷെ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റിലുള്ള ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ഈ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചെറുപയർ പരിപ്പാണ് വേണ്ടത്. അത് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാൻ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കണ്ട, നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതായത് ഈ പരിപ്പിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടണം. ഒരു ലൈറ്റായിട്ടൊന്ന് കളർ മാറിയാൽ മതി, അല്ലാതെ നന്നായിട്ട് വറുത്ത് കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മനസ്സിലാവും പയറെടുക്കുമ്പോൾ അതിനൊരു പച്ച മണമാണ്. അത് ചൂടാകുന്നതനുസരിച്ച് അതിൻ്റെ സ്മെല്ല് മാറി വരും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാവും. പയർ ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ആ ഒരു നല്ല സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്കങ്ങ് തീ നിർത്താം. ഇപ്പോൾ പയർ മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ തീ നിർത്തിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പയർ തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഈ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു 6 പച്ചത്തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയതല്ല, മീഡിയം സൈസാണ്. ഒരു സവോളയും ഒരു 6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് അധികം എരിവുള്ളതല്ല. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതൊരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് ഞാൻ ഇത്തിരി കനത്തിൽ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ കഷ്ണങ്ങളുടെ മുകളിലേക്ക് നിൽക്കത്തക്ക പോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കർ അടച്ച അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും അടുപ്പിക്കാം. പയറുപരിപ്പും തക്കാളിക്കായും ഒക്കെ വേകുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അരയ്ക്കാനായിട്ട് ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനൊന്ന് കൊത്തി എടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 3 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ചെറിയ ചുവന്നുള്ളിയും കൂടെ. 1/4 ടീസ്പൂണിൽ താഴെ മതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ആക്കണ്ട, ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇങ്ങനെയാണ് അരച്ചെടുത്തേക്കുന്നത്. 3 വിസിലടിച്ചപ്പോൾ തീ നിർത്തിയായിരുന്നു. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പും തക്കാളിക്കായും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിക്ക നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഇതിനകത്തേക്ക് ഇനി അരപ്പ് ചേർക്കാം. ഞാൻ തീ വീണ്ടും കത്തിച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറി ഇനിയും നന്നായിട്ട് തിളയ്ക്കേണ്ട, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. ആ ബബിൾസ് ഒന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ നിർത്തി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. കറി തിളയ്ക്കാനായിട്ട് തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ നിർത്താം. ഇനി നമുക്കിതിനകത്തേക്കൊന്ന് കടുക് വറുത്തൊഴിക്കാം. കടുക് വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ചേർത്ത് കടുക് വറക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു സ്മെല്ലും കിട്ടുന്നുണ്ട്. ഉഴുന്നൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഉള്ളി മൂത്തിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കടുക് വറക്കൽ കഴിഞ്ഞു. ഇതിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇത്തിരി നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ആ കടുക് വറുത്തതൊക്കെ ആ കറിയുമായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചെറുപയർ പരിപ്പ് തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറുണ്ണാനൊക്കെ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. അത്ര നല്ല ടേസ്റ്റാണ്. നമ്മൾ പരിപ്പ് തന്നെ കറി വെച്ച് കഴിക്കുന്നതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കറി ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.